നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് അബൂബക്കർ, നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ സന്തോഷ് വള്ളിക്കാട്, വേദിയിലുള്ള ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹിമാൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കോമക്കുട്ടി ഹരിദാസ്, ഗ്രാമപഞ്ചായത്തിലെ പ്രഗത്ഭരായ മെമ്പർമാർ, ഈ സ്കൂളിലെ ഏറ്റവും ബഹുമാനമുള്ള അധ്യാപകർ, മുൻ പ്രിൻസിപ്പൽമാർ, സേവനം പൂർത്തിയാക്കി നമ്മുടെ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് മാഷ്, ശ്രീമതി ലത ടീച്ചർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ആദരണീയനായ സന്തോഷും നമ്മൾ കാത്തിരിക്കുന്ന MP ET മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കളക്ടറുമൊക്കെ ഈ വേദിയെ ധന്യമാക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ സ്കൂളിൻ്റെ അകത്തും പുറത്തുമായി നിരന്തരം മുഴങ്ങിക്കേട്ട പ്രിയപ്പെട്ട മജീദ് മാഷിൻ്റെ ശബ്ദം ഇനി ഈ സ്കൂളിൽ ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഉണ്ടാവില്ല എന്നറിയുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ കടന്നു പോകുന്നത്. തീർച്ചയായും ഒരു അധ്യാപകൻ പടിയിറങ്ങി പോകുമ്പോൾ അതിന് പകരം നിൽക്കാൻ ഒരിക്കലും മറ്റൊരു അധ്യാപകന് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യനെപ്പോലെ മറ്റൊരു മനുഷ്യനും ഒരു വ്യക്തിയെപ്പോലെ മറ്റൊരു വ്യക്തിയും ഇല്ല എന്നതുകൊണ്ട് മജീദ് മാഷിന് പകരം മജീദ് മാഷ് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. മജീദ് മാഷ് ശിക്ഷിക്കാനും ശാസിക്കാനും അതോടൊപ്പം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കാനും സാധിക്കുന്ന അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കേവലം പഠനമുറികളിൽ മാത്രമായിരുന്നില്ല നമ്മുടെ മജീദ് മാഷ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഹൈസ്കൂൾ, ഈ പറയുന്ന സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലും ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. 4 വർഷമേ അദ്ദേഹം പ്രിൻസിപ്പൽ കസേരയിൽ ഇരുന്നുള്ളൂവെങ്കിലും ആ 4 വർഷക്കാലവും നമ്മുടെ എല്ലാ വിഭാഗത്തിനും 100% വിജയമുണ്ടാക്കിയതിൽ നിസ്തുല്യമായ പങ്ക് വഹിച്ച ഒരു അധ്യാപകനാണ് പ്രിയപ്പെട്ട മജീദ് മാഷ് എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പാഠ്യരംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന നിസ്തുല്യമാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂള് സാക്ഷ്യം വഹിച്ചിട്ടുള്ള എല്ലാ സർഗമേളകൾക്കും കായികമേളകൾക്കും നമുക്കറിയാം, വിശ്രമമില്ലാതെ ഒരു വളണ്ടിയറെ പോലെ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ കൂടിയായിരുന്നു നമ്മുടെ മജീദ് മാഷ് എന്നത് ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഈ സ്കൂളിൻ്റെ സാധാരണ നമ്മൾ പറയാറില്ലേ, തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയുള്ള പ്രയോഗമല്ല. ഈ സ്കൂളിൻ്റെ ഓരോ അണുവിലും മജീദ് മാഷ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് ഈ കഴിഞ്ഞ കുറച്ചു കാലമായി സ്കൂളിൽ നിരന്തരമായ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്ന നിലക്ക് എനിക്ക് തീർച്ചയായും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, മജീദ് മാഷിൻ്റെ പടിയിറക്കം മറ്റാരു പടിയിറങ്ങിപ്പോയതുപോലെയുമല്ല, അതൊരു വലിയ വിടവായി ഈ സ്കൂളിൽ ദീർഘകാലം അവശേഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ചില വികാര വായ്പകളുണ്ട്. ആ എല്ലാ വികാര വായ്പകളോട് കൂടി തന്നെയാണ് നിങ്ങൾ മജീദ് മാഷക്ക് യാത്രയപ്പ് കൊടുക്കുന്നത് എന്നെനിക്കറിയാം. ഒരുപക്ഷേ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ വികാര തള്ളിച്ച നമുക്ക് കാണാൻ സാധിക്കും. ഇനി മജീദ് മാഷ് ഇല്ലാത്ത ഒരു സ്കൂള് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് പോകും. നമ്മുടെ യാത്രയപ്പ് സമ്മേളനം വേറെ ചില വൈകാരിക മുഹൂർത്തങ്ങൾക്ക് വഴിമാറുമെന്നതുകൊണ്ട് ഞാൻ കൂടുതലായി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരുപക്ഷേ നമ്മുടെ മലയാള വിഭാഗത്തിൽ വളരെ മനോഹരമായി ആ ഭാഷയുടെ നാനാർത്ഥങ്ങളെ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു ടീച്ചറാണ് പ്രിയപ്പെട്ട ലത ടീച്ചർ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രിയപ്പെട്ട സന്തോഷിനെ പോലെ ഒരുപക്ഷേ
നമ്മുടെ NSS കോളേജിലെ മലയാള വിഭാഗത്തെ വളരെ ദീർഘകാലമായി നയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശനെ പോലെയുള്ള അതുല്യനായ ഒരു വ്യക്തിത്വം, ഒരു മലയാള വിഭാഗം ടീച്ചർ പടിയിറങ്ങുന്ന മുഹൂർത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം കൂടി കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ രണ്ടു പേരും അവരുടെ സേവനമാണ് അവസാനിപ്പിക്കുന്നത്. ചില സ്കൂളുകളിൽ നിന്ന് ചില അധ്യാപകർ പടിയിറങ്ങി പോകുമ്പോൾ അവിടെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമുണ്ടാകും, വലിയ വികാര വായ്പകളുണ്ടാകും. എന്നാൽ ആ സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നത് ആരെയും ഉദ്ദേശിച്ചല്ല, അങ്ങനെ ആരും കരുതരുത്. സ്കൂളിൽ ചില ഉദാഹരണങ്ങൾ പറയാൻ വലിയ പേടിയാണ്. ചിലപ്പോൾ അതിന് സമാനമായ ചില വ്യക്തിത്വങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിപ്പോയാൽ ഞാൻ ആ ആളെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എന്ന് സദസ്സ് അർത്ഥം വയ്ക്കും എന്നതുകൊണ്ട് പലപ്പോഴും പേടിയാണ്. എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്കൂൾ വിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ആ ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോഴും വലിയ സ്വീകാര്യത കിട്ടുന്ന ചില അധ്യാപകരുണ്ട്. എന്നാൽ ചിലർ പടിയിറങ്ങി പോകുന്നത് ആരും അറിയാറില്ല. അതാരിലും ഒരു തരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാക്കാറുമില്ല. കാര്യം എന്താണ്? അവർക്ക് അധ്യാപനം എന്നത് ജോലിയാണ്. അധ്യാപകനും ജോലിയായി സ്വീകരിച്ചവരും അധ്യാപനം സേവനമായി സ്വീകരിച്ചവരുമുണ്ട്. അതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ അധ്യാപനം സേവനമായി സ്വീകരിച്ചവർ സ്കൂളിലെ അവരുടെ മാസ്റ്റർ റോളിൽ മാത്രമല്ല, ഓരോ കുട്ടിയുടെയും സഹപ്രവർത്തകൻ്റെയും ഹൃദയത്തിൽ കൂടിയാണ് അവർ എൻറോൾ ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് എല്ലാ അധ്യാപകർക്കും ഉണ്ടാകണം. അങ്ങനെയുള്ളവർ പടിയിറങ്ങുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വലിയ വേദനയും നൊമ്പരവും പ്രയാസവുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒന്നിങ്ങനെ കണ്ണോടിച്ചു പോയപ്പോൾ രാത്രി ഏറെ വൈകി ഇന്നലെ ഉറങ്ങാൻ. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ പങ്കജുദാസ് മരണപ്പെട്ടു. ഒരുപക്ഷെ പങ്കജുദാസ് ആരുടെയും ഒരു അടുത്ത ഒരാളായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ വലിയ മനുഷ്യന് ഇന്നലെ എത്ര ആയിരം മനുഷ്യരുടെ പ്രണാമമാണ് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയുമ്പോഴാണ്. ഒരു ഗസൽ ഗായകൻ, ഒരു പക്ഷേ നമ്മളാരും വലിയ വലിയ ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരാള് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴാണ് എത്രമേൽ സ്നേഹവായ്പോട് കൂടി ആ മനുഷ്യനെ സ്നേഹിച്ചിരുന്ന പരകോടി മനുഷ്യർ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിലും അവരെക്കുറിച്ച് ലോകം വലിയ വിസ്മയത്തോടു കൂടി വലിയ ഹൃദയവായ്പോട് കൂടി ചേർത്ത് വെക്കുന്ന മനുഷ്യന്മാർ. ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന ഈ രണ്ട് അധ്യാപകരും അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളവരൊക്കെ ഉയർന്ന പോസ്റ്റുകളിൽ എത്തിയവരുണ്ടാകാം, അതുപോലെ തന്നെ സാധാരണ മനുഷ്യരായി ജീവിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒരു കാര്യം എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, ഈ സ്കൂളിൽ നിന്ന് സംസ്കാരം പഠിച്ചിട്ടുള്ളവർ, ഞാൻ പറയുന്നത് വലിയ വിദ്യ നേടിയവർ എന്നല്ല, ഈ CHM ഹൈസ്കൂളിൽ നിന്ന് സംസ്കാരം പഠിച്ചിട്ടുള്ള കുട്ടികൾ, അവര് ഈ നാടിൻ്റെ പരിസരങ്ങളിലൊക്കെ പ്രഭ ചൊരിഞ്ഞ് വെളിച്ചം വിതറി അവർ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ പൂക്കുളത്തൂരും പരിസര പ്രദേശങ്ങളിലും ഈ സ്കൂളിൽ നിന്ന് അക്ഷരം പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരുടെ മനസ്സിലൊക്കെ ഒരു പ്രത്യേക തരം സ്നേഹവായ്പ്, അതല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയുന്ന, ചേർത്ത് പിടിക്കുന്ന അസാധാരണമായ ഒരു സംസ്കാരം ഈ നാടിന് പറഞ്ഞു കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാലയമാണ് CHM ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാടിന് ഒരു സംസ്കാരമുണ്ട്, ഒരു സ്കൂളിനും ഒരു സംസ്കാരമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഉജ്ജ്വലമായി ആവാഹിച്ചെടുത്ത് ഈ സ്കൂളിൽ വിദ്യ തേടിയെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ മനോഹാരിത പകർന്നു കൊടുക്കാൻ ഇവിടുത്തെ ഓരോ അധ്യാപകനും സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. ഞാൻ ഇന്നലെ, സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, ഇന്നലെ ഒരു സ്കൂളിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈൻ വഴി കിഫ്ബി കെട്ടിടങ്ങൾ 68 എണ്ണം രാജ്യത്തിന് സമർപ്പിക്കുകയും 33 എണ്ണത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്ത പരിപാടികളിൽ ഒന്ന് ആ 3,90,00,000 രൂപയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്ന ഒരു സ്കൂള് നമ്മുടെ പരിസരത്തുള്ള ഒരു സ്കൂളായിരുന്നു. പക്ഷേ ആ തറക്കല്ലിടൽ ചടങ്ങിൻ്റെ ഒരു ഭാഗം ആ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ബഹുമാന്യനായ MLA യും
മറ്റു ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുമ്പോൾ ഓൺലൈനായി മുഖ്യമന്ത്രി സ്ക്രീനിൽ ആ സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ആബിദ് ആ ചടങ്ങിന് സാക്ഷിയാണ്. ഞാനത് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മളൊരു സ്കൂളിലെ അധ്യാപകൻ ഇതിനെ സേവനമായി കാണുന്നുണ്ടോ ജോലിയായി കാണുന്നുണ്ടോ എന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ വിരലിലുണ്ടാവുന്ന അധ്യാപകർ മാത്രമേ ആ ചടങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. 100-ലധികം അധ്യാപകർ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതിൽ സേവനം ചെയ്യുന്നവർ വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ. അവരാലോചിക്കുകയാണ്, 5 മണി കഴിഞ്ഞ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന് ഞാൻ എന്തിനു പങ്കെടുക്കണം? ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാകുമ്പോഴേക്കിന് ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയിട്ടുണ്ടാവണം. പിന്നെ ഞാൻ എന്തിന്, എൻ്റെ സാന്നിധ്യം എന്തിനിവിടെ എന്നാലോചിച്ച് ലാഭങ്ങളും തങ്ങളുടെ സമയങ്ങളും തങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കണം എന്ന് കണക്ക് കൂട്ടി ജീവിക്കുന്ന, ലാഭകരമല്ലാത്തതൊക്കെ അടച്ചുപൂട്ടണം എന്ന് ചിന്തിക്കുന്നവരുടെ ഈ കാലത്താണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അതിൻ്റെ അങ്കണത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കുട്ടികളുടെ വരവും പോക്കും ശ്രദ്ധിച്ച്, ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ വൃത്തികേടാക്കിയ ക്ലാസ് മുറികൾ ഉണ്ടെങ്കിൽ അതുപോലും അടിച്ച് തെളിച്ച് വൃത്തിയാക്കാൻ മുൻകൈയെടുക്കുന്ന അപൂർവം ചില അധ്യാപകരും നമ്മുടെ സ്കൂൾ അങ്കണങ്ങളിൽ ഇല്ലാതില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അപ്പുറത്ത് അവരെ പഠിപ്പിച്ചെങ്കിലേ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പ്രത്യേകമായ സാഹചര്യത്തിൽ വളരുന്നവരുമായ കുട്ടികളെ ഈ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന തിരിച്ചറിവുള്ള അധ്യാപകരാണ് ഈ കാണുന്ന വിജയത്തിലേക്ക് നമ്മുടെ സ്കൂളിനെ കൈപിടിച്ച് കൊണ്ടുപോയത്. തീർച്ചയായും പടിയിറങ്ങിപ്പോകുന്ന അധ്യാപകരുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഓരോ അധ്യാപകനും പ്രത്യേകം പ്രശംസയും കയ്യടിയും അർഹിക്കുന്നുണ്ട്. ഭാവിയിലും നമ്മുടെ സ്കൂള് ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഖ്യാതിയിൽ നിന്ന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്കൂളിന് പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാലയമായി നമ്മുടെ CHM ഹൈസ്കൂൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒരേ സമയം തുടർച്ചയായി 100 മേനി കൊയ്തെടുക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് വായിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഹൈസ്കൂളിൻ്റെ പേര് ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ വിജയം നമുക്ക് ആവർത്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, ലത ടീച്ചർക്കും മജീദ് മാസ്റ്റർക്കും നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല യാത്രയയപ്പ് എന്ന് പറയുന്നത് അവര് തുടങ്ങി വച്ചിട്ടുള്ള ഈ 100% നമുക്ക് ആവർത്തിക്കുക എന്നുള്ളതാണ്. വരാനിരിക്കുന്ന പരീക്ഷകളിലും ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കി തലയെടുപ്പുള്ള ഒരു സ്ഥാപനമായി ആരുടെ മുമ്പിലും ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയാനുള്ള ആർജവത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഈ മഹൽ സ്ഥാപനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതകാലം അത്രയും ഈ സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട 2 അധ്യാപകർക്കും ശേഷിക്കുന്ന കാലത്തും ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. താൽക്കാലികമായി സർവീസിൽ നിന്ന് മാത്രമേ അവര്, സ്കൂളിൻ്റെ മാസ്റ്റർ റോളിൽ നിന്ന് മാത്രമേ അവര് പടിയിറങ്ങി പോകുന്നുള്ളൂ. ഈ ഇരിക്കുന്ന 100 കണക്കിന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിങ്ങൾ അറിവ് പകർന്നു കൊടുത്തിട്ടുള്ള 10,000-കണക്കിന് കുട്ടികളുടെയും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പടിയിറങ്ങി പോകുന്നില്ല. അവരുടെ പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സമ്പാദ്യം മാതൃകയാക്കാൻ ബാക്കി വരുന്ന അധ്യാപകർക്ക് കൂടി സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ മനോഹരമായ സദസ്സിന് എല്ലാ ഭാവുകങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.